അപ്പോൾ നമ്മളിത് ഈ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ മലയാള പഴനി. നമ്മുടെ തമിഴ്നാട്ടുകാർക്കുണ്ട് ഒരു പഴനി, അതേപോലെ തന്നെ നമ്മുടെ മലയാളികളുടെ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഈ വരുന്നത്. തൊടുപുഴ ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. തൊടുപുഴയിലെ ഒലമറ്റം എന്ന സ്ഥലത്താണ് ഉറവപ്പാറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ബാലസുബ്രഹ്മണ്യനാണ്. ഈ ക്ഷേത്രം പഴനി ക്ഷേത്രത്തെ അനുസ്മരിപ്പിക്കും വിധം തറനിരപ്പിൽ നിന്നും 500 അടി ഉയരത്തിൽ വലിയ ഒരു പാറയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. വനവാസകാലത്ത് പാണ്ഡവർ ഇവിടെ വരികയും പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ഉണ്ടായി എന്നതാണ് ഐതിഹ്യം. ക്ഷേത്രത്തിൻ്റെ സൈഡിൽ തന്നെ ഒരു കുളമൊക്കെ ഉണ്ട്. അതേപോലെ ഇതിൻ്റെ ആ സൈഡിലേക്ക് കാണുന്ന മൊത്തം തൊടുപുഴ അതിൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ട് കാണുന്നത്. ഇതിലൊരു മീനൊക്കെ ഇതിലുണ്ട് കേട്ടോ, കാണാൻ പറ്റുമെന്ന് അറിയില്ല. മലയാള പഴനി ഒലമറ്റം ഉറവപ്പാറ. ഈ അമ്പലത്തിൻ്റെ പിൻവശത്താണ് ഉറവപ്പാറ വ്യൂ പോയിൻ്റ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. പോകണില്ല അങ്ങോട്ട്, പറ്റില്ല. അവിടെയാണോ പറഞ്ഞ ഭീമൻ്റെയും ആ പാറകളായിരിക്കും അല്ലേ? ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇതുണ്ടോ? അപ്പോൾ ഇല്ല. ആ കേറിയിട്ടില്ല. ആണോ? അപ്പോൾ കാൽപാദം ഉണ്ടെന്ന് പറഞ്ഞോ? ആ ഭാഗത്തായിരിക്കും അല്ലേ? ആ ശരി. ആ ഒരുപാട് ചരിത്രങ്ങളൊന്നും ഉണ്ട്. കാൽപാദം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഈ സൈഡിലൊക്കെ ചെറുതായിട്ട് മഴക്കാറും കാര്യങ്ങളൊക്കെ ജയിച്ചു തുടങ്ങി. നമ്മുടെ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ തൊടുപുഴയല്ലേ പറഞ്ഞത് അല്ലേ? ആ തൊടുപുഴ ഭാഗത്തേക്ക് അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ലോങ് കാണാം. ഇവിടെയാണോ പറഞ്ഞ കാൽപാദത്തിൻ്റെ? മനുഷ്യനാണ്. പുരാണത്തിലെ കഥയില് അത്രയും വലിയ ആളായിരുന്നു. മുറിഞ്ഞപുഴ ഉണ്ടെന്നാണ് ഒരു കാൽപ്പാടം. മുറിഞ്ഞപുഴയിൽ കോട്ടയത്തിൻ്റെ അല്ലേ? അവിടെ ഒരു കാൽപ്പാടം ഉണ്ടെന്നാണ്. അപ്പൊ നമ്മൾ സങ്കല്പിക്കുന്നത് അത്രയും വലിയ ആളായിരുന്നു. പിന്നെ പാങ്കാലി ആ കല്ല് കാണണം. കല്ല് 3 അടുത്ത് കൂട്ടി. ഇവിടെ അടുത്ത് വേറൊരു ക്ഷേത്രവും ഇല്ലേ? ശ്രീകൃഷ്ണന്റെ ഏതാണ്ട് ഒരു ക്ഷേത്രം ഇല്ലേ? ആണോ? അപ്പോൾ ഈ കാണുന്നതാണ് ഭീമൻ്റെ കാൽ പതിഞ്ഞു എന്ന് സങ്കല്പിക്കുന്ന സ്ഥലം. അതേപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങേറ്റത്ത് 3 പാറ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ആ പാറയുടെ ഭാഗം എന്ന് പറയണത് പണ്ട് പാഞ്ചാലി അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത പാറകളാണെന്നാണ്. അപ്പോൾ പാറ ആ ഭാഗത്ത് വെച്ചാണെന്ന് പറയുന്നത്. ഈ കാണുന്നതാണ്. നമുക്ക് ഇത് ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് നടക്കാനുണ്ട്. നടന്നു കഴിയുമ്പോഴാണ് ആ 3 പാറക്കെട്ടുകൾ കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അതൊന്നും എടുത്തിട്ട് വരാം. ഈ കാണുന്നതാണ് പഞ്ചപാണ്ഡവരുടെ അടുപ്പ് എന്ന് പറയുന്നത്. ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ക്ഷേത്രത്തിൻ്റെ ഇവിടുന്ന് തൊടുപുഴ ഭാഗത്തേക്ക് നമുക്ക് 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ കാണുന്ന ശ്രീകൃഷ്ണൻ്റെ ടെമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള മറ്റ് ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ആനയാടിക്കുത്ത് വാട്ടർഫാൾസ്, കാറ്റാടിക്കളവ്, കോട്ടപ്പാറ വ്യൂ പോയിൻറ്റ്, തൊമ്മൻകുത്ത് വാട്ടർഫാൾസ് എന്നിവയൊക്കെയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.